ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് സെപ്റ്റംബർ മാസം 16-ാം തീയതി മുതൽ ഇന്ന് വരെ, അതായത് 22-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം 27ഓളം റിലീസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ മൂഞ്ചിയ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഹൊറർ മൂവിയാണ്. കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സ്ത്രീ യൂണിവേഴ്സിൽ നിന്നും റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു മൂഞ്ചിയ എന്ന സിനിമ. ഈ സിനിമ ഇതിന് 2 ആഴ്ചകൾക്ക് മുമ്പേ റിലീസ് ചെയ്തതാണ്. ഹിന്ദി മാത്രമേ വന്നിട്ടുള്ളായിരുന്നു Disney+ ഹോട്ട്സ്റ്റാർ വഴി. ഇന്ന് ഈ സിനിമയുടെ തമിഴ്, തെലുങ്ക് ഡബ്ഡ് വേർഷൻ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് Disney+ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ പിന്നെ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്ത ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. ദ ജഡ്ജ് ഫ്രം ഹെൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് കൊറിയൻ ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. റസ്ലാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഇനിയ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോഫി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ത്രില്ലർ മൂവിയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ്. അലനാൻഡി രാമചന്ദ്രഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ പെൻഗ്വിൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ജിയോ സിനിമ വഴി ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു സീരീസ് തന്നെയാണ്. ദ മിസ്റ്ററി ഓഫ് മോക്ഷ ഐലാൻഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക് സീരീസ് ആണ്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. സീരീസിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്ത റഹ്മാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ് സമറ എന്ന് പറഞ്ഞ സിനിമ. സമറ ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ മലയാളം ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. സ്റ്റേറ്റ് ബസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. തിരംഗബദര സാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്കിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് സിനിമ തന്നെയാണ്. സൊപ്പാത്തുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഹൊറർ മൂവിയാണ്. അദ്ഭുത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വസുതി സിദ്ദിഖ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. സോണി മാക്സിൽ ഈ ഒരു സിനിമ ടി വി റിലീസായിട്ട് വന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ മലയാളം, കന്നഡ ഡബ്ഡ് വേർഷനാണ്. ഈഗിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രവി തേജക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി സീരീസ് ആണ്. തമിഴ് സീരീസ് ആണ്. തലവെട്ടിയാൻ പാളയം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ തന്നെ റിലീസ് ചെയ്ത ഹിന്ദി സീരീസായ പഞ്ചായത്ത് എന്ന സീരീസിന്റെ തമിഴ് റീമേക്ക് ആണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ശോശാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. സാല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആഹാ തമിഴ് വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ മൂവിയാണ്. തമിഴ് സിനിമയാണ്. പേച്ചി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മാരുതി നഗർ സുബ്രഹ്മണ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ജോ തേരാ ഹെ വോ മേരാ ഹെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജോ തേരാ ഹെ വോ മേരാ ഹെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഫാമിലി ഡ്രാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ത്രില്ലർ മൂവിയാണ്. തമിഴ് മൂവിയാണ്. ഡോപ്പാമൈൻ അറ്റ് 2.22 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹിസ് 3 ഡോട്ടേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ കലാവൻ ഷാജോണൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നെങ്കിൽ കൂടി OTT റിലീസ് ചെയ്ത സമയത്ത് നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ത്രില്ലർ മൂവിയാണെന്നുള്ള റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ട ശേഷം റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അടുത്തൊരു സീരീസ് ആണ്. 11 11 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്.
സയൻസ് ഫിക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആയിരുന്നു. സി5ലും കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിരുന്നു ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട്. ഇപ്പം ഈ ഒരു സീരീസിന്റെ തമിഴ് തെലുങ്ക് ഡബ്ഡ് വേർഷൻ കൂടി സി5ൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. മാർവൽ സ്റ്റുഡിയോസിന്റെ സീരീസ് ആണ്. അഗത ഹൗസ് ഓഫ് ഹാർക്നെസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു കൊറിയൻ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് എക്സ്ഹ്യൂമ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ കൊറിയൻ ഭാഷയിലൊക്കെ ഇതിന്റെ എത്രയോ മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ ഒരു സിനിമ മലയാളം വേർഷനും കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ഡ് വേർഷൻ കൂടി അവൈലബിൾ ആണ്. ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തമിഴ് എന്നുള്ള ഒരു സിനിമയാണ് തങ്കല എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇപ്പോൾ മുതൽ റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് ഭാഷയിൽ ലോ ക്വാളിറ്റി പ്രിന്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമയുടെ റിലീസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഈ ഒരാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സിനിമയുടെ റിലീസ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്കാക്കപ്പെട്ടതാണ് ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ. ഇത്രയും സിനിമകളും സീരീസുകളാണ് സെപ്റ്റംബർ മാസം 16 മുതൽ 22 വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളെയൊക്കെ നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളൂ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ്. വാഴ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. മൾട്ടി ലാംഗ്വേജിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ പിന്നെ വാഴ തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന ഈ ലിസ്റ്റിൽ 27ഓളം പിന്നെ റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.